ഇതേപോലെ നേരെ നിൽക്കുക, വയറുള്ളോട്ട് എക്കി പിടിക്കുക, ഉദ്യാനബന്ധം എന്ന് പറയും. തോളൊക്കെ നിവർത്തുക, നെഞ്ച് വിരിക്കുക, മുഖത്തൊരു പ്രസന്ന ഭാവം, ഏകാഗ്രമായിട്ട് നിൽക്കുക. അതിനുശേഷം ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. 3 ദീർഘശ്വാസം ശാന്തമായി ഉള്ളോട്ടെടുത്ത് പുറത്തു വിടാം. മറ്റൊരു ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി ശ്വാസം വിട്ട് തൊഴുത് പിടിക്കൂ. ഇനി ദീർഘശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി മേലോട്ട് കൊണ്ടുപോയി പുറകോട്ടൊന്ന് വളയാം. ഇനി ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം മുന്നോട്ടാഞ്ഞു കുനിഞ്ഞു വരിക. പാദങ്ങളുടെ ഇരുവശത്തും കൈകൾ വയ്ക്കാൻ ശ്രമിക്കുക. മുഖം മുട്ടിനോട് അടുപ്പിക്കാൻ ശ്രമിക്കുക. മറ്റൊരു ദീർഘശ്വാസം എടുത്ത് വലത് കാല് പുറകോട്ട് വയ്ക്കുക. വലത് കാലിൻ്റെ മുട്ട് നിലത്ത് മുട്ടും, കഴിയുന്നത്ര മേലോട്ട് നോക്കുക. ഇതേ നിലയിൽ നിൽക്കുക. ഇനി ശ്വാസം വിട്ട് അടുത്ത കാലും പുറകോട്ട് കൊണ്ടുപോവുക, വടി പോലെ നിൽക്കുക. ഇനി ശ്വാസം വിട്ട് പതുക്കെ മുട്ടുകൾ നിലത്ത് മുട്ടിക്കുക, നെഞ്ച് നിലത്ത് മുട്ടിക്കുക. മറ്റൊരു ശ്വാസം എടുത്ത് തല നെഞ്ച് ഉയർത്തി മേലോട്ട് നോക്കുക. തോള് നിവർത്തണം, നെഞ്ച് വിരിക്കണം. കൈമുട്ടുകൾ കുറച്ച് ബെൻഡായിട്ട് നിൽക്കും. ഹിപ്പ് പൊങ്ങാൻ പാടില്ല, വയറ് മുതൽ പൊങ്ങാം. ഇനി പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് ഹിപ്പ് പൊക്കും. തോളൊക്കെ നല്ല നിവർത്തണം, ഹീല് നിലത്ത് മുട്ടണം, നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും. ഇനി ദീർഘശ്വാസം എടുത്ത് വലത് കാല് മുന്നോട്ട് വയ്ക്കും, മേലോട്ട് നോക്കും. ഇനി ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത കാലും മുന്നോട്ട് കൊണ്ടുവരും, കുനിഞ്ഞ് നിൽക്കും, കംഫർട്ടബിളായിട്ട് വീഴരുത്. ഇനി ദീർഘശ്വാസം എടുത്ത് തല ഉയർത്തും, പുറകോട്ടൊന്ന് വളയും. ശ്വാസം വിട്ട് തൊഴുതു പിടിക്കുക, കൈകൾ താഴ്ത്തി വയ്ക്കുക, ശാന്തമായിട്ട് നിൽക്കുക. ഇപ്പോൾ പകുതി സൂര്യ നമസ്കാരം ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ അടുത്ത കാലുകൊണ്ടും ചെയ്യുക. അപ്പോൾ ഒരു റൗണ്ട് സൂര്യ നമസ്കാരമായി. മിനിമം 5 റൗണ്ട് ചെയ്താൽ നല്ലൊരു ശാസ്ത്രീയ വ്യായാമം നമുക്ക് കിട്ടും.